അപ്പോൾ ആദ്യ വാർത്തയിലേക്കാണ്. സംഘർഷഭരിതമായ 48 മണിക്കൂറുകൾക്ക് ശേഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് മടങ്ങി. അതിനാടകീയമായ സംഭവങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ശേഷമാണ് നേരത്തെ നിശ്ചയിച്ചതിലും 1 മണിക്കൂർ മുന്നേ ഗവർണർ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് പോയത്. SFIയുടെ ശക്തമായ പ്രതിഷേധത്തിനിടയിലും ഭാരതീയ വിചാരകേന്ദ്രവും സനാതന ധർമ്മപീഠവും സംഘടിപ്പിച്ച സെമിനാറിൽ ഗവർണർ പങ്കെടുത്തു. അതേസമയം ചടങ്ങിൽ അധ്യക്ഷനാകേണ്ടിയിരുന്ന വൈസ് ചാൻസലർ ഡോക്ടർ MK ജയരാജ് ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു. സെമിനാറിന് കയറും മുൻപും SFI പ്രവർത്തകരെ ക്രിമിനലുകളെന്നും ഗുണ്ടകളെന്നും കൊലയാളിക്കൂട്ടമെന്നും ഗവർണർ ആവർത്തിച്ചു വിളിച്ചു. I have been in the Calicut city for more than 2 hours. Why not a single person came there? And I was walking. They are coming. Chief Minister is sending them under police protection. They are gundas. They are not students. Only SFI has students. Other students are not there. Sir, how can you say that students? I'm saying. How can you say that students are gundas? I'm saying, not students. SFI is an organization of gundas. This is what they do. Still they stand firm in their protest. Fine, let them be. Criminals, murderers, they are always firm. What is special about it? Was I walking on the roads of Calicut for 2 hours or not? Was there a single person who protested? They are deliberately saying that they are conducting a demonstration. Why are you provoking the students? Why are you provoking students? Get lost. Get lost. How can you say that? അപ്പോൾ അങ്ങനെ കടുത്ത രോഷപ്രകടനമായിരുന്നു ഗവർണർ. ഇന്ന് മാത്രമല്ല ഇന്നലെയും ഒക്കെ അതിഭീകരമായ രോഷപ്രകടനത്തിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉള്ളത്. ഇപ്പോൾ ഇന്നും ഉച്ചയ്ക്ക് മുൻപ് സർക്കാരിനെയും SFI വെല്ലുവിളിക്കുകയായിരുന്നു ഗവർണർ. കോഴിക്കോട്ടെത്തി നഗരപ്രദക്ഷിണം നടത്തി. പോലീസ് സുരക്ഷ വേണ്ടെന്ന് പ്രഖ്യാപിച്ചായിരുന്നു ഗവർണർ മിഠായി തെരുവിലേക്ക് ഇറങ്ങിയത്. സെൽഫി എടുത്തും അലുവ നുണഞ്ഞും ഗവർണർ ജനങ്ങളുമായി സംവദിച്ചു. അതേസമയം ഒരു പടുകൂറ്റൻ പ്രകടനമാണ് വൈകിട്ട് SFI പ്രവർത്തകർ ഇതിന് മറുപടി നൽകിയത്. അവിടെ നിന്ന് നേരത്തെ ഒരുപക്ഷെ ഒരു 6:30 ഒക്കെ മടങ്ങുള്ളൂ എന്ന് അറിയിച്ചിരുന്നെങ്കിലും പരിപാടി കഴിഞ്ഞ പാട് തന്നെ ഗവർണർ കരിപ്പൂർ വിമാനത്താവളത്തിൽ വളരെ വേഗം പോവുകയായിരുന്നു. രാത്രി തിരുവനന്തപുരത്തെത്തുന്ന ഗവർണർക്കായി വലിയ സുരക്ഷയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. സമീർ C. മുഹമ്മദ് ചേരുന്നുണ്ട്. AV ജയശങ്കർ തിരുവനന്തപുരത്ത് ഉണ്ട്. സമീറിലേക്ക് ആദ്യം പോകുന്നു. സമീർ, ഒരു കാര്യം ഉറപ്പാണ്, അടുത്ത കാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ ഒരു വിദ്യാർത്ഥി, ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടന നടത്തിയ ഒരു വിദ്യാർത്ഥി സമര മുന്നേറ്റമായിരുന്നു കാലിക്കറ്റ് സർവകലാശാലയിൽ കണ്ടത് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ അക്രമാസക്തമാകാതെ, ഏതെങ്കിലും തരത്തിൽ സംഘർഷഭരിതമാകാതെ, ഏതെങ്കിലും തരത്തിൽ ഗുണ്ട, ക്രിമിനൽ, മർഡറേഴ്സ് എന്ന അതിരുകടന്ന വാക്കുകൾ ആ പ്രകോപനങ്ങളിൽ വീഴാതെ SFI സമരം നടത്തി, സമരം അവസാനിപ്പിച്ചു. സമീർ. തീർച്ചയായും ഹാഷ്മി, തുടർച്ചയായി പ്രകോപനങ്ങൾ ഉണ്ടാകുന്നു എങ്കിലും ഒരു വിധത്തിലുമുള്ള സംഘർഷത്തിലേക്ക് SFI പ്രവർത്തകർ എത്തിയില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നലെയാണ് ഗവർണർ ഇത്തരം ഒരു പരിപാടികൾക്ക് തുടക്കമാവുന്നത്, പ്രതിഷേധങ്ങൾക്കും തുടക്കമാവുന്നത്. ഇന്നലെ സന്ധ്യയോടുകൂടിയാണ് അവിടെയുള്ള ബാനറുകൾ നീക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരോട് ആക്രോശിക്കുന്നു ഗവർണർ. അതിന് പിറകെ ഗവർണർ തന്നെ നിർദ്ദേശം നൽകുന്നതോടൊപ്പം ഗവർണർ തന്നെ മുന്നിട്ടിറങ്ങിക്കൊണ്ട് അത് മാറ്റുന്ന ഒരു ഘട്ടമുണ്ടാകുന്നു. ആ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമായിക്കൊണ്ട് SFI പ്രവർത്തകർ എത്തുന്നു. രാത്രി ഏറെ വൈകിയും ആ പ്രതിഷേധം തുടരുകയും ചെയ്യുന്നു. ഇന്നാണ് ഔദ്യോഗികമായിട്ടുള്ള പരിപാടി ഉണ്ടായിരുന്നത്. ആ പരിപാടി ഉച്ചയ്ക്ക് ശേഷമായിരുന്നു. അതിന് മുന്നോടിയായിക്കൊണ്ടാണ് ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും ഏറെക്കുറെ പാലിക്കാതെ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത്തരത്തിലുള്ള മുൻകരുതലുകളൊന്നും സ്വീകരിക്കാതെ, അല്ലെങ്കിൽ പോലീസിൻ്റെ ഒരു വിധത്തിലുമുള്ള സുരക്ഷയും തനിക്ക് വേണ്ട എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോഴിക്കോട് മിഠായി തെരുവിലേക്ക് ഗവർണർ എത്തുന്നത്. അവിടെ ഏറെ നേരം ചെലവഴിക്കുന്നു. വലിയ ജനനിബിഡമായ ഒരു അന്തരീക്ഷമായിരുന്നു ആ സമയത്തെല്ലാം ഉണ്ടായിരുന്നത്. അതിനിടയിലാണ് ഗവർണർ ഏറെ നേരം ചെലവഴിച്ചത്. വിദ്യാർത്ഥികളും ഒപ്പം തന്നെ കുട്ടികൾക്കൊക്കെ ഒപ്പം അദ്ദേഹം ചെലവഴിക്കുന്നു. വിവിധ കടകളിൽ കയറുന്നു. അവിടെ നിന്നൊക്കെ തന്നെ ഹൽവ ഉൾപ്പെടെ വാങ്ങുന്നു. അദ്ദേഹം നേരിട്ട് കൈപ്പറ്റാതെ അത് വായിലേക്ക് വെച്ച് തരണമെന്ന് അവിടെയുള്ള ജീവനക്കാരോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ അതെല്ലാം വാങ്ങുകയും ഒപ്പം തന്നെ അവിടെയുള്ള കടക്കാർക്ക് ചുംബനം
നൽകുന്നത് ഉൾപ്പെടെയുള്ള നടപടികളുമായി വളരെ സ്നേഹത്തോടു കൂടി തന്നെ ഇവിടെ നിന്നുള്ള പരിപാടികൾ പൂർത്തീകരിക്കുന്നു. പിന്നീട് യൂണിവേഴ്സിറ്റിയിലേക്ക് അദ്ദേഹം എത്തുന്നു. അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും അവിടെ ചെന്ന ശേഷവും വിദ്യാർത്ഥികൾ ക്രിമിനലുകളാണ്, ഒപ്പം SFI പ്രവർത്തകർ ക്രിമിനലുകളും ഗുണ്ടകളും കൊലപാതകങ്ങളുമാണ് എന്ന് ആവർത്തിക്കുന്നു. അത്തരത്തിലുള്ള വാക്കുകളും വിമർശനങ്ങളും ഉയർന്ന വേളകളൊക്കെ തന്നെയും SFI പ്രവർത്തകർ ഒരു വിധത്തിലുമുള്ള അക്രമങ്ങളിലേക്ക് നീങ്ങിയില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്നാൽ ഗവർണർക്ക് താക്കീതുമായിക്കൊണ്ട് വലിയ രീതിയിലുള്ള പടുകൂറ്റൻ റാലിയുമായിക്കൊണ്ട് അവർ എത്തുന്നു. വലിയ രീതിയിലുള്ള ബാനറുകളും പ്ലക്കാർഡുകളും എന്തിക്കൊണ്ട് തന്നെ ആണ് ഗവർണർക്കെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ക്യാമ്പസുകളെ കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ല, RSS വൽക്കരിക്കാൻ അനുവദിക്കില്ല എന്നുള്ള പ്രഖ്യാപനമായിക്കൊണ്ടാണ് SFI പ്രവർത്തകർ ഈ പ്രതിഷേധമായിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ആ വേളയിൽ തന്നെ അതിനെല്ലാം മറികടന്നുകൊണ്ട് ആ സെമിനാറിൻ്റെ ഭാഗമാകാൻ ഗവർണർ എത്തുന്നു. ആ സെമിനാറിൽ പങ്കെടുക്കുന്നു. ആ വേളയിലും ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത്, ആ പരിപാടിയുടെ അധ്യക്ഷനായിരുന്ന വൈസ് ചാൻസലർ ആ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്ന് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇന്നലെ സന്ധ്യയോടുകൂടിയാണ് ഗവർണറെ അവിടെ വിളിച്ചു വരുത്തുകയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഗവർണർ ഉന്നയിക്കുകയും ചെയ്തത്. മാത്രമല്ല യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നു, അവിടുത്തെ ക്രമസമാധാന പരിപാലനം താളം തെറ്റുന്നു, ഭരണ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഇതിനെല്ലാം കാരണക്കാർ വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ളവരാണ് എന്ന് ഗവർണർ പറയുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം പിറകിലാണ് ഇന്ന് ഈ പരിപാടിയിലേക്ക് അദ്ദേഹം അധ്യക്ഷനായി എത്തേണ്ടിയിരുന്നത്. ആ പരിപാടിയിൽ നിന്ന് അദ്ദേഹം വിട്ടുനിൽക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകും. ഗവർണർക്കെതിരായിട്ടുള്ള പ്രതിഷേധം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM ആർഷോ വ്യക്തമാക്കുന്നത്. തുടർ സമരങ്ങൾ ഉണ്ടാകും, തിരുവനന്തപുരത്തും ഇത്തരത്തിലുള്ള സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ AISFും ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗവർണറുടെ ഇത്തരം നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാളെ സംസ്ഥാന വ്യാപകമായിട്ടുള്ള പഠിപ്പ് മുടക്കൽ സമരത്തിന് അവർ ആഹ്വാനം ചെയ്തിട്ടുമുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, എത്രമേൽ പ്രതിഷേധം ഉയർന്നാലും അതിനെതിരെ തൻ്റെ നിലപാടുമായി മുന്നോട്ട് പോകുമെന്ന് ഗവർണറും ആവർത്തിക്കുന്നു. ഈ ഒരു തുടർന്ന പോര് ഇനിയും തുടരുമെന്നതിൽ സംശയമില്ല. വരും ദിവസങ്ങളിലും ഇതിൻ്റെ തുടർ വാർത്തകൾ ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. ഹാഷ്മി. സമീറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയ. തിരുവനന്തപുരത്താണ് AV ജയശങ്കർ ഉള്ളത്. ജയശങ്കർ, PM ആർഷോ പറഞ്ഞത് വരും ദിവസങ്ങളിൽ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ സമരശേഷി ചാൻസലർ ആയ ആരിഫ് മുഹമ്മദ് ഖാൻ അറിയാനിരിക്കുന്നു എന്നുള്ളതാണ്. ഏത് രീതിയിൽ എപ്പോഴാണ് തിരുവനന്തപുരത്തേക്ക് എത്തുക, ഏത് രീതിയിലാണ് സുരക്ഷാ ക്രമീകരണം? ഒന്ന്. രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് ഈ ബാംഗ്ലൂർ വരെയുള്ള കണക്ഷൻ ഫ്ലൈറ്റ് ചൂസ് ചെയ്യുന്നത് ഗവർണർ എന്നറിയാൻ കഴിയുന്നുണ്ടോ? അശ്വി, ഗവർണർ രാത്രി 10:30 തിരുവനന്തപുരത്തെത്തുമെന്നാണ് നമുക്ക് വ്യക്തമാക്കുന്നത്. ഗവർണർ ഉടൻ തന്നെയാണ് ഫ്ലൈറ്റും ചാർട്ടും എല്ലാം മാറ്റിക്കൊണ്ട് തലസ്ഥാനത്തേക്ക് തിരിച്ചത്. എന്തായാലും 10:30 ഗവർണർ എത്തുമ്പോൾ തലസ്ഥാനത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് സാധ്യതയുള്ളത്. SFIയും DYFIയും ഉൾപ്പെടെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നിലവിൽ DYFI പ്രവർത്തകർ രാജ്ഭവന് മുമ്പിൽ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്ഭവന് മുമ്പിൽ ബാനർ പതിക്കുന്നതിന് വേണ്ടിയാണ് പ്രവർത്തകർ എത്തിയത്. ഇവരെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ഇവർ നിലവിൽ രാജ്ഭവന് മുമ്പിൽ പ്രതിഷേധിക്കുന്നുണ്ട്. നേതാക്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അവർ ഗവർണറുടെ കോലം ഇതിനു മുമ്പിൽ കത്തിക്കും. എന്തായാലും വലിയ തോതിൽ ഗവർണർക്കെതിരെ ഒരു പ്രതിഷേധം തിരിച്ചു വരുന്ന ഒരു ഘട്ടത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനൊത്ത ക്രമീകരണങ്ങൾ പോലീസും ഒരുക്കിയിട്ടുണ്ട്. ഗവർണർ രാജ്ഭവനിൽ എത്തുന്നതുവരെ എയർപോർട്ട് മുതൽ കൃത്യമായ സുരക്ഷ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പലയിടങ്ങളിലും പ്രതിഷേധ സാധ്യത ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം തന്നെ ബാരിക്കേഡുകൾ പോലീസ് ഇതിനോടകം തന്നെ തീർത്തിട്ടുണ്ട്. രാവിലെയോടെ രാജ്ഭവൻ്റെ സുരക്ഷ വലിയ തോതിൽ വർദ്ധിപ്പിച്ചിരുന്നു. അത്തരത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള ക്രമീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ഭാഗത്ത് പ്രതിഷേധം തുടരുമെന്നാണ് SFIയുടെ പ്രഖ്യാപനം. DYFI ഉൾപ്പെടെയുള്ള പിന്തുണ ഈ ഒരു വിഷയത്തിനുണ്ടാകും. അതുകൊണ്ട് തന്നെ ഗവർണർ തലസ്ഥാനത്തെത്തുമ്പോൾ ഏത് തരത്തിലായിരിക്കും പ്രതിഷേധം എന്നത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. എന്തായാലും നാളെ തലസ്ഥാനത്ത് ഗവർണറുണ്ട്. അദ്ദേഹത്തിന് പൊതുപരിപാടികളില്ല. അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ പുറത്തിറങ്ങുകയാണെങ്കിൽ ആ ഘട്ടത്തിലും ഒരു പ്രതിഷേധ സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. ഒപ്പം ഇന്ന് കോഴിക്കോട് ഗവർണർ മിഠായി തെരുവിലേക്കും മറ്റും യാത്ര ചെയ്തിരുന്നു. സമാനമായ രീതിയിൽ തിരുവനന്തപുരത്തെ ചില കേന്ദ്രങ്ങളിലേക്കും ഗവർണർ യാത്ര ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന ചില വിവരങ്ങൾ. അത്തരത്തിലുള്ള കാര്യങ്ങളും ഗവർണറുമായി ബന്ധപ്പെട്ട രാജ്ഭവൻ വൃത്തങ്ങൾ ആലോചിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ ഇത് പ്രതിഷേധങ്ങൾ ഉണ്ടാകാം, ഇല്ലെങ്കിൽ ഗവർണർ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തനങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഗവർണറുടെ വരവോടുകൂടി തലസ്ഥാനം വീണ്ടും മറ്റൊരു സമരക്കളമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഗവർണർ കോഴിക്കോടേക്ക് തിരിച്ചത് തിരുവനന്തപുരത്തു നിന്നായിരുന്നു. ഈ പ്രതിഷേധങ്ങളുടെ എല്ലാം തുടക്കം തിരുവനന്തപുരത്താണ്. പാളയത്തായിരുന്നു SFI പാളയത്തും
പേട്ടയിലുമെല്ലാമായിരുന്നു SFI പ്രവർത്തകർ ആദ്യമായി ഗവർണറെ കരിങ്കൊടി കാണിച്ച് ഗവർണർ വാഹനത്തിന് നേരെയെല്ലാം പാഞ്ഞെത്തുന്നത്. അന്ന് വലിയ സുരക്ഷാ ലംഘനമാണ്, പ്രോട്ടോകോൾ ലംഘനമുണ്ടായി. എന്തായാലും അതുകൊണ്ട് തന്നെ പോലീസും വലിയ ജാഗ്രതയിലാണ്. എന്തായാലും പോലീസിൻ്റെ ഭാഗത്തുനിന്നും വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാജ്ഭവനിലേക്ക് DYFI പ്രവർത്തകർ എത്തിയപ്പോൾ തന്നെ വലിയ പോലീസ് സന്നാഹത്തെയാണ്, വനിതാ പോലീസുകാർ ഉൾപ്പെടെ 100ഓളം പോലീസുകാരെയാണ് ഇവിടെ കൊണ്ടുവന്നത്. ഒപ്പം ജലപീരങ്കി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും പോലീസ് ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും പോലീസ് ജാഗ്രതയിലാണ്. SFI പ്രവർത്തകർ പ്രതിഷേധിക്കുമെന്ന നിലപാടിലാണ്. ഗവർണർ രാത്രിയോടെ 10:30 തലസ്ഥാനത്തെത്തും. ആഷ്മി, SFIയുടെ വലിയ പ്രതിഷേധം കണ്ടു, DYFIയുടെ പ്രതിഷേധവും കാണുന്നുണ്ട്. സംഘി ചാൻസലർ ക്വിറ്റ് കേരള എന്നുള്ള ബാനർ ഉയർത്തി രാജ്ഭവനിലേക്കുള്ള DYFIയുടെ മാർച്ചൊക്കെ വരാനിരിക്കുകയാണ്. ജോസ്ഫിൻ ജോസഫ്, ഹാഷ്മി ബ്രോ, ഗവർണർ SFI പ്രശ്നത്തിൽ ആരെങ്കിലും ഒന്ന് ക്ഷമിച്ച് നാട്ടിൽ സമാധാനം കൊണ്ടുവരണം എന്ന് പറയുകയാണ്. രണ്ട് കൂട്ടരിൽ ഏതെങ്കിലും ഒരു കൂട്ടർ ഒതുങ്ങലാണ് വേണ്ടത്, അത് ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണാം. മാത്രമല്ല സർക്കാർ ഗവർണർ ഏറ്റുമുട്ടൽ ഇതിലും വലിയ ഏറ്റുമുട്ടൽ നമ്മൾ കണ്ടു. അതിനുശേഷം സ്വസ്തി ശാന്തം സമാധാനം എന്ന നിലയ്ക്ക് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ ഏറ്റുമുട്ടൽ ഏത് അളവിൽ പോകുമോ, ഒരു പരിഹാര നിർദ്ദേശത്തിലേക്ക് പോകുമോ എന്ന് കാത്തിരുന്ന് കാണാനല്ലേ പറ്റൂ ജോസ്ഫിനെ. ഇവിടെ എന്താണ് ഒരുപാട് പ്രഷർ, നാളെ അവധിയാണോ, നാളെ പരീക്ഷയ്ക്ക് പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നാളെ ഒരു അവധിയില്ല, നാളെ പരീക്ഷയ്ക്കും പ്രശ്നമില്ല. നാളെ AYFൻ്റെ പഠിപ്പ് മുടക്കൽ അവർ പ്രഖ്യാപിച്ചു എന്നതല്ലാതെ ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്കൂളോ ഏതെങ്കിലും ഒരു കോളേജോ ഒക്കെ ഒരു രാഷ്ട്രീയ പാർട്ടി പഠിപ്പ് മുടക്കൽ പ്രഖ്യാപിച്ചു എന്നുള്ളതുകൊണ്ട് അങ്ങ് അവധി പ്രഖ്യാപിക്കില്ലല്ലോ. അപ്പോൾ നാളെ കോളേജിൽ പോയിട്ട് അതിൻ്റെ സാഹചര്യം പോലെയൊക്കെയുള്ള തീരുമാനിക്കുകയുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഇന്ന് അവധിയാണ് എന്ന രീതിയിൽ വ്യാജമായി അങ്ങ് അടിച്ചിറക്കി എന്നിട്ട് അവിടുത്തെ ജില്ലാ ഭരണകൂടത്തിന് തിരുത്തിറക്കേണ്ടി വന്നു. അത് വ്യാജ വാർത്തയാണ് എന്ന തരത്തിൽ. അപ്പോൾ അങ്ങനെ വ്യാജ വാർത്ത ഇറക്കാതിരിക്കുക, വരുന്ന വ്യാജ വാർത്തകൾ വിശ്വസിക്കാതിരിക്കുക. കൃത്യമായി തന്നെ ജില്ലാ കളക്ടറുടെ പേജിലൊക്കെ പോയി നോക്കിയാൽ അതത് സാഹചര്യം ഉണ്ടെങ്കിൽ ഉറപ്പായും അവധി ജില്ലാ കളക്ടർ FB പേജിൽ അടക്കം പ്രഖ്യാപിക്കും. അത് മാധ്യമങ്ങൾ വാർത്തയെ വരികയും ചെയ്യും. അത് മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.